അപ്പോൾ നമ്മളിന്ന് ഈ ബീഫിൻ്റെ കാല് മുഴുവനായിട്ട് നമ്മൾ കെട്ടിത്തൂക്കി ഗ്രിൽ ചെയ്യാൻ വേണ്ടി പോവാണ്. നല്ല അടിപൊളി ഒരു വ്യത്യസ്തമായൊരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. ഇതിൽ കുറേ കച്ചറയുണ്ട്, ആദ്യം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം. നമ്മൾ ആവശ്യമില്ലാത്ത ഇതിൻ്റെ മുകളിൽ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ എടുത്തു. ഇനി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇറച്ചി കൂടി വിട്ട് വരും. അപ്പോൾ ഇതിൽ ഈ കൊഴുപ്പുകളെ കുറച്ചിരിക്കട്ടെ, എങ്കിൽ നല്ല നെയ്യ് ഉരുകി വരുള്ളൂ ഇങ്ങനെ ഗ്രിൽ ചെയ്യുമ്പോൾ. നല്ലപോലെ ഒരു 3-4 തവണ കഴുകിയെടുക്കണം. മതി. നമുക്ക് ഇത് കെട്ടി തൂക്കാനായിട്ട് ഒരു കെട്ടിടണം. നമ്മുടെ നല്ല സ്ട്രോങ്ങിൽ കെട്ടണം, അല്ലെങ്കിൽ അറ്റ് വീണ പണിയാണ്. മതി. നമുക്കിവിടെ ഒരു അടുപ്പ് സെറ്റ് ചെയ്യണം. നമ്മൾ ഇത് കെട്ടി തൂക്കാനായിട്ട് ഒരു ഇതൊക്കെ കെട്ടിയിട്ടുണ്ട്, 3 മുളയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. അത് ഇവിടെ ഇത് താഴെ കരിയിട്ട് കത്തിക്കാനുള്ള ഒരു അടുപ്പ്. കുറച്ച് കരിയിട്ടിട്ട് കത്തിച്ചെടുക്കണം. ഈ അടുപ്പിൽ മുറിച്ച് ഇടണം. നമുക്ക് കരി ഒന്ന് കത്തിക്കാം. ആദ്യം കുറച്ച് ചിരട്ട പീസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കർപ്പൂരം വയ്ക്കുക. ഇതിന് കത്തിച്ചു വിടുക. പെട്ടെന്ന് നമ്മുടെ കരി ഫയറാവും. പിടിക്കട്ടെ. നമ്മുടെ കനൽ പിടിച്ചിട്ടുണ്ട്. ഇതിന് പരത്തി കൊടുത്താൽ മതി. ഇതൊന്ന് പരത്തി കൊടുത്താൽ പതുക്കെ പിടിച്ചോളും. മുഴുവൻ കല്ലിൽ പിടിക്കണ്ട, കുറേശ്ശെ പിടിച്ചാൽ മതി. ഓക്കെ, ബീഫിനെ കെട്ടി തൂക്കാം. ഞാൻ പൊക്കാം. റെഡി, കിട്ട്. പോകട്ടെ. മതി മതി. മുറുക്കി കെട്ടാൻ മതി, പോകരുതിന്. അഴിഞ്ഞു വീണ മുതൽ പോയി. കരി ഒന്ന് കൂട്ടി കൊടുക്കാം. അതിൻ്റെ അടുത്ത് ഒന്ന് കനലാകട്ടെ. ഈ കരിയും കൂടെ നമുക്ക് കത്തിച്ചുവിടനെ. അടുത്തടുപ്പാണ് ഇത്. കുറച്ച് എളുപ്പം, ചിരട്ട വെച്ചിട്ട് കുഴപ്പമില്ല. പിടിക്കട്ടെ. കരി ഒന്ന് പരത്താം. ഇവിടെ നമ്മളൊരു ഗ്രില്ല് വെക്കുന്നുണ്ട്. ഒരു ഗ്രില്ല് വെച്ച് കൊടുക്കാം ഇവിടെ. ഓക്കെ, നമുക്കിതിൻ്റെ മസാല കലക്കെടുക്കാം. ആദ്യം കുറച്ച് മുളക് പൊടി നമ്മൾ കുറേശ്ശെ കലക്കുള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരല്പം കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഒരു കുറച്ചധികം ഉള്ളത് നന്നായിരിക്കും. കുരുമുളകിൻ്റെ നല്ല ഫ്ലേവർ കിട്ടും. ഉപ്പ് പാകത്തിന്. ചെറുനാരങ്ങ നീര്. നാരങ്ങ നീര് ഒഴിച്ചാലേ ഈ പോത്തിറച്ചൊക്കെ നല്ല സോഫ്റ്റ് ആവുള്ളൂ. നമുക്ക് കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ലൂസായി എടുക്കണം. ഒരല്പം വെച്ച് നമ്മൾ തടവി കൊടുക്കാനേ പറ്റുള്ളത്. ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് നല്ല ഒരു കൂള് പോലെ ആക്കിയെടുക്കുന്നത്. നമ്മുടെ ബീഫ് പകുതി വെന്തിട്ടുണ്ട്. അവിടെ നമ്മൾ കനലിട്ട് ഒരു 1/2-3/4 മണിക്കൂർ വരെയായി. ചെറിയൊരു മഴപ്പാറ്റുണ്ട്. അതന്നെ പീസ് കേട്ടോ. അതുപോലെ അറുത്തറുത്ത് കൊണ്ടാ ലൈറ്റായിട്ട് മസാല ഇതിൽ തേക്കാൻ പാടുള്ളൂ. ഒരുപാട് മസാല ആയാലും പ്രശ്നമാണ്. എടുക്കുക, പതുക്കെ ഗ്രില്ലിൽ വയ്ക്കുക.
മെല്ലെ ചൂടാകാൻ പോകണം. നമ്മൾ ഒരുപാട് തീ കൊടുക്കണം, പതുക്കെ വെന്ത് വരട്ടെ. രതീഷേ, ഇതൊക്കെ പകുതി വന്നല്ലോ ഇറച്ചി. മുക്കാലായി അല്ലേ? അതെ. ഇതിന് ചൂടാകെ ഇത് ചുങ്ങിക്കൊണ്ടിരിക്കുന്നു സാധനം. ബീഫേ ഇങ്ങനെ ചുരുണ്ടുകൊണ്ടിരിക്കും. നല്ല ചെറു ചൂടിൽ വേണം ഇതിനെ നല്ലപോലെ വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ നല്ല ചുരുണ്ടും വേണ്ട. ചൂടാണെങ്കിലും ഭയങ്കര ചൂട്. ഇനി കുറച്ച് എണ്ണ വിടാം, ഓയിൽ. അപ്പോൾ ശരിക്ക് നല്ല ഉള്ളൊക്കെ എണ്ണ ചൂടായി പോകും. തീ കത്തരുത്, തീ കത്തിയ പണിയാണ്. മറിച്ച് കൂടുതൽ പണിയാണ്. ഭയങ്കര ചൂടില്ലേ? ഇതൊക്കെ ഏകദേശം വെന്തു. ഇത് ഒരുപാട് മുറുകരുത് സംഗതി. ഒരു 2 മിനിറ്റ് കൂടെ എടുക്കട്ടെ, നമുക്ക് എടുക്കാം. ഈ ചുരുണ്ട പീസുകളാണ് വേഗം കുറച്ച് സമയം എടുക്കണം. കരിയാൻ പാടില്ല. അടിപൊളി. ഇത് പെട്ട പീസാണ്. ഇത് നമുക്ക് എടുക്കാം, മതി. അടിപൊളി സംഭവം. നമുക്കിത് കട്ട് ചെയ്യാം. ചൂട്. നമ്മൾ അതിൽ ഗ്രില്ല് ചെയ്തപ്പോഴേ കുറച്ച് വെന്തു സാധനം. ചെറിയ പീസായി കട്ട് ചെയ്യാം. ഇത് ഒരുപാട് മുറുകിയ നല്ല ടെമ്പറാവും സാധനം. നരേഷേ, ടേസ്റ്റ് നോക്ക്. നല്ല പൊളി മണമുണ്ട് കേട്ടോ. ചൂട്. അടിപൊളിയാ. ഇത് ഒരുപാട് മുറുകി കഴിഞ്ഞാൽ ശരിക്കും ഇറച്ചി ടൈറ്റ് ആവും. പിന്നെ നമുക്ക് ഇതൊക്കെ കിട്ടും, ചെറിയ പീസല്ലേ, റബ്ബർ പോലെ ആവും. ശരിക്കുണ്ടല്ലോ ബീഫ് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ റോസ് കളർ ഉണ്ടാവണം, ശരിക്കും ഫീൽ ചെയ്യണം. അപ്പോഴാണ് കറക്റ്റ് പാകം. അതെ, ഇതിപ്പോൾ നമ്മൾ ശരിക്കും എല്ലാ ഭാഗവും നല്ലോണം വെന്തുകൊണ്ടാണിത് ഈ കളറിലിരിക്കുന്നത്. ഒരു പീസ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടാ. ഞാൻ ഈ ഇലയിലൊക്കെ പൊതിഞ്ഞിട്ട് കഴിക്കുള്ളൂ. ഞാൻ ഇച്ചിരി പരിഷ്കാരിയാണ്. അല്ല, ഈ സംഗതി ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ലെറ്റ്യൂസാണ് ഇലയുടെ പേര്. പൊളിട്ടാ, അടിപൊളി സംഗതി ആയിക്കൊണ്ടിരിക്കണം. സൈതാ, ലേശം കഴിച്ചു നോക്കാം. അത് കരിഞ്ഞാലും കുഴപ്പമില്ല. ഇതിൽ സംഗതി ഭയങ്കര ടേസ്റ്റാണത്. മൈനസ് മുക്കി തട്ടെ. എന്നാ സംഭവം അടിപൊളി അല്ലേ? അത് അതിലേ കിടന്ന് പകുതി വെന്തു സാധനം. അടിപൊളി. ചെറിയ പീസായി കട്ട് ചെയ്യുമ്പോഴാണ് ശരിക്കും ടേസ്റ്റ് വരിക. തീയൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടാ. നമുക്ക് ഒരുപാടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇതുപോലെ ഗ്രില്ല് ചെയ്ത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. റോസാപ്പ് മുറിക്കും പോലെയാണത്. നമ്മുടെ എന്താ പറയുക, ഇതില്ലേ നമ്മൾ എന്താണ്
അന്ന് നമ്മൾ ചെയ്തതെന്താണ് അല്ല ഷവർമ അല്ലേ, ഷവർമയുടെ ഒരു സംഭവം. അതെ, ഇത് നമ്മൾ ഒരുപാട് ഈ ചൂട് കൊണ്ട് ഭാഗത്ത് ശരിക്കും നല്ല ടെമ്പറായിട്ടുണ്ട്. റബ്ബർ പോലെ ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ റബ്ബർ പോലെ ആയിക്കാണ് സാധനം. കുറച്ചൊക്കെ ഞങ്ങൾ ഗ്രിൽ ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി എടുത്താണ്. പൊളിയിട്ട് അന്തര പൊളി, അടിപൊളി. സംഭവം തന്നെ പൊളിച്ചു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയായി നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. സംഗതി ഇരുട്ടായിക്കൊണ്ടിരിക്കണം. ഞങ്ങൾ ഇരുട്ടായാലും ഇതിനെയൊക്കെ ഗ്രിൽ ചെയ്തിട്ട് നമ്മളൊന്ന് പോകുള്ളൂ അല്ലേ. ചെറിയൊരു മഴപ്പാറ്റലും വന്നു, നമ്മൾ പറ്റിക്കുക വിചാരിച്ചാണ്, എന്തോ മഴ നിന്നു. അപ്പോൾ ഓക്കെ, ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്. സൈത്ത് വന്നോ, ഞാൻ റെഡിയാക്കാം, കഴിച്ചോ. അപ്പോൾ അവർ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അവർ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഞാൻ അടുത്തത് കട്ട് ചെയ്തിട്ട് ഇതിലിടാൻ. ഇനി ആയിക്കഴിഞ്ഞാൽ ലേറ്റ് പോയാൽ പിന്നെ ഷൂട്ടിങ് ശരിയല്ലാന്ന്. അപ്പോൾ ഓക്കെ, ബായ്, വീണ്ടും കാണാം.